നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാൻ നോക്കുന്നത് ആരാണ്, നിങ്ങളെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ, അങ്ങനൊരു നിങ്ങളെ വിഷമിപ്പിക്കാനായിട്ട് ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടോ, നിങ്ങളുടെ വ്യക്തി എന്താണ് ഇങ്ങനെ ഒരു അകന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിനോട് ചോദിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ വിട്ടുകളയാം. നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. വളരെ പോസിറ്റീവോടുകൂടി ഇരിക്കുക. നല്ലത് വരും എന്ന് തന്നെ വിചാരിക്കുക. എന്നും നമുക്ക് സന്തോഷവാനായിട്ടിരിക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വിഷമങ്ങൾ വരും. അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങളായിരിക്കാം, ചിലപ്പോൾ അസുഖങ്ങൾ വരുന്നില്ലേ. ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങൾ. എല്ലാം തികഞ്ഞവരായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല, അല്ലേ? അങ്ങനെ തന്നെയാണ്. അപ്പം എല്ലാം മാറി മറിയും. ഒരു ചക്രം പോലെ ഉരുളുകയാണ് നമ്മളെ ജീവിതം. സന്തോഷം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. നല്ലത് തന്നെ വരും, പോസിറ്റീവായിട്ട് തന്നെ വരുമെന്ന് തന്നെ ഉറച്ച് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഏത് കാർഡൊക്കെ വന്നെന്ന് നമുക്ക് നോക്കാം. 2 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്, സൺ എനർജി വന്നിട്ടുണ്ട്. നിരാശപ്പെടുത്തുന്നില്ല യൂണിവേഴ്സ് നിങ്ങളെ. ടവർ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. 3 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. ആരോ നല്ല രീതിയിൽ നിങ്ങളെ പേഴ്സണെ ഉപദേശിക്കുന്നുണ്ട്. ഒരു ഈഗോ ആയിട്ടൊക്കെ നിൽക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഹാരഫൻ കാർഡ് വന്നിട്ടുണ്ട്. ഒരു 6 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട്. ഒരു കാർഡും കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. 9 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആകെ ഒരു അവസ്ഥയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം, സെറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പം നിങ്ങളുടെ വ്യക്തി ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്, ഒരു ഈഗോ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ എന്ന ഭാവം എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നതിപ്പോൾ. ഒരു ഹരഫൻ്റ് കാർഡിൽ പറയുന്നത് പോലെ കണ്ടോ, ഞാനെന്നൊരു ഭാവത്തിൽ ഞാനാണ് വലുത് എന്നുള്ളൊരു ഞാനാണെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു ടവർ സിറ്റുവേഷനിലുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ മുന്നിൽ ഒരു ടവർ സിറ്റുവേഷനുണ്ട്. അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുണ്ട്. ആ തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടുകാരായിരിക്കാം. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ഒരു ഉപദേശത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്താണെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ വ്യക്തി നോക്കുന്നത്. ചിലപ്പം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പം വീട്ടുകാരായിരിക്കാം, ചിലപ്പോൾ അതിനിടയിൽ വേറെ ആരെങ്കിലും ഉണ്ടാവാം. അപ്പോൾ രണ്ടും കൂടെ അങ്ങ് ഒരുമിച്ച് കൊണ്ടുപോകാം എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തുല്യത വേണം എന്നാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം. നിങ്ങൾക്കൊരു തുല്യത വേണം, നിങ്ങൾക്കത് കിട്ടുന്നില്ല. അതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം. അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ ഒരു തുല്യത നിങ്ങൾക്ക് തരുന്നില്ലല്ലോ. പക്ഷേ രണ്ടും കൂടെ ഒരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് അവർ നോക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ടവർ സിറ്റുവേഷൻ ഉണ്ട്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും നിങ്ങളുടെ ഇടയിലുണ്ട്. അവരുടെ ഒരു നല്ല രീതിയിലുള്ളൊരു ഉപദേശത്തിൻ്റെ പുറത്താണ് നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ നിൽക്കുന്നത്, ഒരു ചാഞ്ചാട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ അതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട.
ഒരു സൺ എനർജി കാണുന്നുണ്ട്, ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അത് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്കൊരു ജഡ്ജിമെൻറ്റ് തീർച്ചയായും കിട്ടും. ഇത് സൺ എനർജിയിലെ ഒരു പുതിയ തുടക്കമാണ് പറയുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാവും. ഇപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ എന്നും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല. ഒരു സന്തോഷം ഉണ്ടെങ്കിൽ, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും, ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു കർമ്മ സൈക്കിളായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയൊരു തെറ്റിൻ്റെ ഫലമായിരിക്കാം ഇപ്പോൾ അനുഭവിക്കുന്നത്. ഒരു മാനസിക വിഷമം നിങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷേ അത് കഴിയുമ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാവുന്നത് തന്നെയാണ് ഇത് സൺ എനർജിയിൽ പറയുന്നത്. തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാവും. എന്നും ഇപ്പോൾ ഒരാളുടെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നും ഒരാളെ എപ്പോഴും അങ്ങ് അവർക്കും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ വ്യക്തിക്കും ഒരു ബുദ്ധി ഉണ്ടല്ലോ, ഒരു തീരുമാനം ഉണ്ടായിരിക്കുമല്ലോ എങ്ങനെ പെരുമാറണം, എങ്ങനെ നിൽക്കണമെന്ന്. ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നിന്നൊരു മാറ്റം എന്തായാലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഇതിനകത്ത് യൂണിവേഴ്സ് പറയുന്നത്, സൺ എനർജിയിൽ പറയുന്നത്. തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാവും. നിങ്ങൾ മാനസികമായിട്ടുള്ളൊരു വിഷമത്തിലാണ്, അത് നിങ്ങൾ മാറ്റിക്കും. നിങ്ങൾ നെഗറ്റിവിറ്റി നിങ്ങൾ ഹീൽ ചെയ്ത് കളയുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. ഇപ്പോൾ തേർഡ് പാർട്ടി ആയാലും ഇടയിൽ നിന്ന് നമ്മളെ യൂണിവേഴ്സ് കൂട്ടിച്ചേർത്തതാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആർക്കും പിരിക്കാൻ പറ്റില്ല. അതാണ് ഈ സൺ എനർജി കൊണ്ട് ഒരു പുതിയ തുടക്കം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഒരു സമാധാനം യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പം ഇടയിലുള്ള തേർഡ് പാർട്ടി ആരായാലും അവർ ശാശ്വതമല്ല. അപ്പോൾ അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അത് വെറും ശാശ്വതമല്ല, അത് വെറും താൽക്കാലികം മാത്രമാണെന്ന് നിങ്ങൾ കരുതുക. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊന്നും ശാശ്വതമായിട്ട് പിരിഞ്ഞു പോവില്ല എന്ന് തന്നെയാണ്, ഒരു തുടക്കം ഉണ്ടാവുമെന്ന് തന്നെയാണ് സൺ എനർജി പറയുന്നത്. അപ്പോൾ ആര് ഇടയ്ക്ക് നിന്ന് എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അതൊന്നും ശാശ്വതം ഒന്നും ആവത്തില്ല. അതൊക്കെ അങ്ങ് പോവും. കള്ളം എപ്പോഴും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോവും. സത്യം മാത്രമേ നമ്മളെ ജയിക്കത്തുള്ളൂ. നമ്മളെ വ്യക്തിക്ക് നമ്മളെ ഫാമിലി ആണ് എന്ന് നിലനിൽക്കുന്നതെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മറികടക്കും. ഇതൊക്കെ ഒരു യൂണിവേഴ്സ് തരുന്ന ഒരു ജീവിതാനുഭവം, ഒരു പാഠമാണെന്ന് കരുതി ഇത് ഉൾക്കൊണ്ട് നമ്മൾ ആ ഒരു പോസിറ്റിവിറ്റിയിലോട്ട് വരിക. അപ്പം എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങളെപ്പോഴും ഒരു സക്സസ് ആയിട്ടിരിക്കട്ടെ. ആത്മവിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം. നല്ലത് വരും, എനിക്ക് നല്ലത് വരും, എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ മനസ്സിന് ധൈര്യം കൊടുത്ത് മുന്നോട്ട് പോവുക. മനസ്സ് തളർന്നു പോയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടെ പോകും. നമ്മളെ മനസ്സാണ് നമ്മളെ ശരീരത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, സ്വയം ഹീലാവുക, ഇതിൽ നിന്നൊക്കെ എല്ലാം ശരിയാവും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ദ സൺ എനർജിയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പം മനസ്സിന് ധൈര്യമുണ്ടെങ്കിലേ നമ്മൾക്ക് ശാരീരികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ, അല്ലേ? അപ്പോൾ മനസ്സിൻ്റെ ധൈര്യം ഒരിക്കലും ഇതൊക്കെ മാറും. നമുക്കിപ്പോൾ ഒരു അസുഖം വന്നാൽ നമ്മൾ മരുന്ന് കഴിച്ചതൊക്കെ മാറ്റത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ മാറും. ഇതൊന്നും ശാശ്വതമല്ല, ഈ പ്രശ്നങ്ങളൊന്നും ശാശ്വതമല്ല, എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. എല്ലാ പ്രശ്നങ്ങളും യൂണിവേഴ്സ് തന്നെ പരിഹരിച്ച് തരും. അപ്പം ഒരു തേർഡ് പാർട്ടിയുടെ വാക്കുകളും എന്നും നിലനിൽക്കില്ല എന്ന് തന്നെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. നല്ലൊരു ജീവിതം, നല്ല ലൈഫ് ഉണ്ടാവട്ടെ, നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. Thank you.